എല്ലാവരും സെപ്റ്റംബർ 22 ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം GSTയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. 22-ാം തീയതിയോടുകൂടി ഒരുപാട് സാധനങ്ങളുടെ വില കുറയാൻ പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ് താനും. കാരണം ഇതിനകം തന്നെ പല കമ്പനികളും അവരുടെ വിലക്കുറവുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു ജനത്തിന് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ അവർ ചിന്തിക്കാവുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ 1000 രൂപ വിലയുള്ള ഒരു സാധനം അതിൻ്റെ നിലവിലെ ടാക്സ് 28% ആണെങ്കിൽ 22-ാം തീയതി ആകുമ്പോൾ 10% ടാക്സ് കുറഞ്ഞു, അതായത് 18-ലേക്ക് അത് എത്തുമ്പോൾ അതിൻ്റെ വിലയും 10% കുറഞ്ഞ് 900 രൂപയ്ക്ക് എനിക്ക് കിട്ടും എന്ന് പറയുന്നൊരു സാധാരണ ചിന്താഗതി എല്ലാവരുടെയും വന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് അങ്ങനെ അല്ല. 1000 രൂപ MRP ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അതിൻ്റെ കോസ്റ്റിൽ നിന്നാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ 1000 രൂപ വിലയുള്ള ഒരു സാധനത്തിൻ്റെ ടാക്സ് 28-ൽ നിന്നും 18-ലേക്ക് കുറയുമ്പോൾ എക്സാക്റ്റ് 10% അല്ല കുറയുന്നത്, ഏകദേശം 7.81% മാത്രമേ കുറയുള്ളൂ. ഇത് എങ്ങനെയാണെന്നുള്ളത് കാരണം എപ്പോഴും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റിൽ നിന്നാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ മൊത്തം വിലയിൽ നിന്ന് നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എക്സാക്റ്റ് 10% കുറവ് സംഭവിക്കുകയില്ല. ഇത് പലർക്കും തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളൊരു സംഗതി ആയതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ കടക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ പുതിയ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇത്രയും ഈ പറയുന്ന ഈ വിലക്കുറവ് വരുമ്പോൾ എങ്ങനെ എൻ്റെ പ്രൈസ് എങ്ങനെ ക്രമീകരിക്കണം, ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വളരെ ഈസിയായി ചെയ്യുവാനായി ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് GST എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് സഹായിക്കുന്ന ലിങ്ക് ഞങ്ങൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും.